മുടി കൊഴിച്ചിൽ കാരണം മുടി ചീവാനും മുടി കഴുകാനും പേടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഒരു ദിവസം ഒരു സമയം ഇത്രയും മുടി വെച്ച് എനിക്ക് കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ എൻ്റെ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ് ഞാൻ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യണം. മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഹെയർ ഗ്രോത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ 7 ഡേയ്സ് കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് 7 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലോട്ട് പോകാം. മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ടിപ്സുകളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പല വീഡിയോസ് കണ്ടിട്ട് കൺഫ്യൂഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സീരീസ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഹെവി ആയിട്ട് മുടി ഒഴിയുന്ന ഒരാൾ ആദ്യത്തെ 7 ഡേയ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മന്തിലേക്കുള്ളൊരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോസിൽ പറയാൻ പോകുന്നത്. എല്ലാ ഹെയർ പാക്കുകളും എല്ലാം കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും പ്രായമില്ലാത്തവർക്കായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ 7 ദിവസത്തേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. എന്തൊരു പ്രശ്നത്തിൻ്റെ പിന്നിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ കണ്ടുപിടിച്ച് അത് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കാരണങ്ങൾ പറയാം. ഈ കാരണങ്ങളിൽ എന്താണ് നിങ്ങളുടെ കാരണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട് സ്ട്രെസ്സും ഉറക്കക്കുറവുമാണ്. ഇതുണ്ടെങ്കിൽ നന്നായിട്ട് മുടി ഒഴിയും. രണ്ടാമതായിട്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, അതായത് അയൺ ഡെഫിഷ്യൻസി ആവാം, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാം. ഇങ്ങനത്തെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും മുടി ഒഴിയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ഭയങ്കര ഓവറായിട്ട് കെമിക്കൽ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓവറായിട്ട് ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലും ഹെവി ആയിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും. നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നത് മുടിയിലാണെങ്കിലും പതുക്കെ മുടി ഡാമേജ് ആയിട്ട് മുടി കൊഴിച്ചിലുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് മോശമാണെന്നുണ്ടെങ്കിലും, അതുപോലെ ഡാൻഡ്രഫ്, നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ടെങ്കിൽ മുടി കൊഴിയും. അപ്പോൾ ഇതിലെന്ത് കാരണമാണ് നിങ്ങളുടെ കാരണം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രശ്നം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഉറക്കക്കുറവ്, സ്ട്രെസ്സ്. അപ്പോൾ ഉറക്കക്കുറവ്, സ്ട്രെസ് എന്നുള്ളതൊക്കെ നമ്മൾ സ്വയമേ മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഉറക്കം കറക്റ്റാക്കി എടുക്കുക, സ്ട്രെസ് റിലീഫിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, യോഗയോ മെഡിറ്റേഷനോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്ത് ആക്ടിവിറ്റികളിലും നിങ്ങൾക്ക് പങ്കെടുത്ത് നിങ്ങളുടെ സ്ട്രെസ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കാര്യമാണ്, അത് നിങ്ങളാണ് ചെയ്യേണ്ട കാര്യം. അടുത്തത് വരുന്നത് ഡെഫിഷ്യൻസിയാണ്. ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് അത് നമുക്കൊരു ഹെൽപ്പ് വേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിലറിയാൻ പറ്റും എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട്, എത്ര കുറവുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ട വരുന്നൊരവസ്ഥയാണെങ്കിൽ മെഡിസിൻ എടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാത്രമല്ല, അത് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളിത് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ PCOD, തൈറോയ്ഡ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കൂടി നിങ്ങളൊന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹെൽത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ മാറത്തില്ല. ഇതുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, അതിന് മെഡിസിൻ എടുക്കണമെങ്കിൽ മെഡിസിൻ എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഡയറ്റും ഹെയർ കെയറും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അതൊക്കെ വരുന്ന വീഡിയോസിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ കെമിക്കൽ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹീറ്റ് സ്റ്റൈലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് മുടി വേണമെന്നുണ്ടെങ്കിൽ, മുടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അടുത്തായിട്ട് വരുന്നത് സ്കാൽപ്പിൻ്റെ ഹെൽത്താണ്. ഡാൻഡ്രഫ് പോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് മാറാനുള്ള റെമഡി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, നിങ്ങൾ ഡാൻഡ്രഫ് വരാതെ സ്കാൽപ്പ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിൻ്റെ ഹെൽത്ത് കൂടി പരിഗണിക്കണം. അതായത് നമ്മുടെ ഗട്ട് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഉണ്ടാവും. നമ്മൾ അതിന് എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമുക്ക് അത് മാറത്തില്ല, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതും കൂടി പരിഗണിച്ചാൽ മാത്രമേ, നമ്മുടെ വയറിൻ്റെ ഹെൽത്ത് കൂടി പരിഗണിച്ചാൽ മാത്രമേ നമ്മുടെ മൊത്തത്തിലുള്ള ഹെൽത്ത് ഇമ്പ്രൂവ് ആയിരിക്കുള്ളൂ. നമ്മുടെ മുടി ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, എല്ലാം നല്ല ക്ലിയർ ആവണമെങ്കിൽ, നല്ല ഗ്രോ ചെയ്യണമെങ്കിൽ, നല്ല പിമ്പിൾസൊക്കെ മാറണമെങ്കിലൊക്കെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. കാരണം PCOD തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ, ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ എന്തായാലും എക്സസൈസ് ചെയ്താൽ മാത്രമേ അത് നോർമൽ ആവുള്ളൂ. എത്രയൊക്കെ നിങ്ങൾ മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞാലും ഏതൊരു ഡോക്ടറും ആദ്യം പറയുന്ന ഒരു കാര്യം മരുന്നിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യണം എന്നുള്ളതാണ്. അത് എല്ലാവരും എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. എക്സസൈസും കറക്റ്റ് ഒരു ഡയറ്റും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് വൻ മാറ്റം ഉണ്ടാവും, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ ഇനി എക്സസൈസ് വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഒക്കെയാണ്. അതിൽ നമുക്ക് സ്കാൽപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന ടൈപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡേ 1 ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു കാര്യവും ഒരു മാറ്റവും ഇല്ലാതെ നിങ്ങൾ കണ്ടുപിടിച്ച് എല്ലാം റെഡിയായി, നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച്, നിങ്ങളുടെ ഡെഫിഷ്യൻസീസ് കണ്ടുപിടിച്ച്, ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് ഡേ 1 റെഡി ആയിരിക്കുക. ഇനി 2ാമത്തെ ദിവസം മുതൽ 4ാമത്തെ ദിവസം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ, ഡാൻഡ്രഫ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഡാൻഡ്രഫ് പോകാനുള്ളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആവും. സ്കാൽപ്പ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ pH ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട്, അത് കുടിക്കുക. അത് എല്ലാ ദിവസവും നിങ്ങൾ കുടിക്കണം. അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലെ pH ബാലൻസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ജ്യൂസാണ്. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം. 3ാമതായിട്ട് ദിവസവും നിങ്ങളൊരു 5 മിനിറ്റ് മുടി മസാജ് ചെയ്യണം. രാത്രിയിൽ മസാജ് ചെയ്താൽ മതി. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചെയ്താൽ മതി. രാത്രിയിലാവുമ്പോൾ ഒക്കെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് അത് ഓർത്ത് വെച്ചിട്ട് ചെയ്യുമല്ലോ. അപ്പം എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്തെല്ലാം ഒരു 5 മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു 7 ഡേയ്സ്, ഡേ 1 മുതലോ അല്ലെങ്കിൽ ഡേ 2 മുതലോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7 ഡേയ്സ് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത്, മുടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ യൂസ്ഫുൾ ആണ് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവാനായിട്ടും മുടി വളരാനായിട്ടും. 5 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഡയറ്റ് കൂടി സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഹെൽത്തി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പുറത്തു നിന്നുള്ള ഫുഡൊക്കെ കഴിക്കുകയാണ്, വറുത്തത് പൊരിച്ചത് അങ്ങനെയുള്ള അൺഹെൽത്തി ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. മുട്ട, പാല്, ഇറച്ചി, മീൻ, പച്ചക്കറികൾ, തോരൻ, അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുക. ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്താൽ മുടിക്കുണ്ടാകുന്ന മാറ്റം ഞാൻ പ്രൂഫ് സഹിതം നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ഡയറ്റ് എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മുടിക്ക് ഭയങ്കര ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ മുട്ട, പാല്, ഇറച്ചി അതൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഡയറ്റ് കൂടി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി കുറച്ച് എക്സ്ട്രാ ടിപ്സുകൾ കൂടി പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ മുടി കഴുകരുത്. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ മാത്രമേ മുടി കഴുകാനായിട്ട് പാടുള്ളൂ. രണ്ടാമതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഹീറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഞാൻ നേരത്തെയും പറഞ്ഞു, ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ചൂട് അധികം കൊള്ളുന്ന, ഇപ്പം നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ടൈറ്റായിട്ട് മുടിയൊക്കെ മുകളിൽ വെച്ചിട്ടാണ് കെട്ടുന്നത്. ഇപ്പം നമ്മുടെ മുടി എല്ലാം കൂടി മുകളിലേക്ക് കെട്ടിയിട്ട് ഭയങ്കര ടൈറ്റായിട്ടാണ് കെട്ടുന്നതെന്നുണ്ടെങ്കിൽ മുടി വലിഞ്ഞിരിക്കുവാണെങ്കിൽ അവിടെ സ്കാൽപ്പിൽ നിന്ന് അത് ഊരി വരാനുള്ള ചാൻസ് ഉണ്ട്. മുടിയുടെ ആ ഒരു ബലം കുറഞ്ഞിട്ട് അവിടുന്ന് തന്നെ ഇങ്ങ് ഊരി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ലൂസ് ബൺ ഹെയർ സ്റ്റൈൽസോ അല്ലെങ്കിൽ പിന്നിടുകയോ, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ പിന്നിട്ടിട്ട് പോകാം. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ലൂസായിട്ടുള്ള ബണ്ണ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഹെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യുക തൽക്കാലത്തേക്ക്. പിന്നെ ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് നല്ലപോലെ മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ തല എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് കവർ ചെയ്തിട്ട് അതിന് ശേഷം ഹെൽമെറ്റ് വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ഹെയർ ക്യാപ്പ് യൂസ് ചെയ്തിട്ട്, സാറ്റേൺ ക്ലോത്തിൻ്റെ ഒരു ഹെയർ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. അതുപോലെ തന്നെ പില്ലോ കവറും സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ കവർ ആക്കാനായിട്ട് ശ്രമിക്കുക. അത് മുടി പൊട്ടിപ്പോയിരിക്കാൻ മാത്രമല്ല മുടിയുടെ ടെക്സ്ചർ മാറും. മുടി ഭയങ്കര സോഫ്റ്റ് ആവും, ഭയങ്കര ഹെൽത്തി ആവും. അതുപോലെ തന്നെ രാത്രിയിൽ മുടി നല്ലൊരു ബൺ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുടി അഴിച്ചിടുമ്പോൾ നല്ലൊരു ഫ്രഷ് ലുക്കായിരിക്കും കാണാനായിട്ട്.
അടുത്തത് എല്ലാ ദിവസവും നിങ്ങൾ 5 മിനിറ്റ് മസാജ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 മിനിറ്റ് എന്തായാലും നിങ്ങളത് മിസ്സാക്കാൻ പാടില്ല. ഈ 7 ഡേയ്സ് നിങ്ങൾ 5 മിനിറ്റ് മസാജ് ചെയ്യണം. അത് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യാൻ പാടുള്ളൂ, ഒരുപാട് ഹാർഡായിട്ട് മസാജ് ചെയ്യരുത്. അടുത്തതായിട്ട് ഉലുവ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളിനീര്, ഇത് രണ്ടിൽ എന്തെങ്കിലും, അത് നിങ്ങളുടെ ചോയ്സ് ആയിട്ട്. ഉലുവ വെള്ളം ആണെങ്കിൽ തലേന്ന് ഉലുവ വെള്ളത്തിലിടുക, രാവിലെ ആകുമ്പോൾ ആ വെള്ളം കിട്ടും. ആ വെള്ളത്തിലേക്ക് അതേ അളവ് തന്നെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട്, കളർ ഒന്നുമില്ലാത്ത റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് തലയിൽ സ്പ്രേ ചെയ്യാം. അതല്ല നിങ്ങൾ ഉള്ളിനീരാണെന്നുണ്ടെങ്കിലും സെയിം തന്നെ ഉള്ളിനീരിലേക്ക് സെയിം അളവ് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് തലയിൽ സ്പ്രേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ഇത് നല്ലൊരു ഓപ്ഷനാണ് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും മുടി വളരാനായിട്ടും നല്ല അടിപൊളി ഓപ്ഷനാണ്. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ ഇതിന് പകരമായിട്ട് റോസ് വാട്ടറിലോട്ട് ഒരു 2-3 ഡ്രോപ്പ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ മതി. അത് കഴുകേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വിട്ടേക്കാം. ഇത് ഇങ്ങനെ ബിസി ലൈഫ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഈ ഉള്ളിനീരും അതുപോലെ മറ്റേ നമ്മുടെ ഉലുവയുടെ വെള്ളമൊന്നും പറ്റാത്ത തണുപ്പ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് 8 ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് നിങ്ങൾ കുടിച്ചിരിക്കണം. എനിക്കും ഇപ്പോൾ ഈയിടെയായിട്ട് വെള്ളം കൂടി കുറവാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് കുടിക്കാൻ എൻ്റെ കണ്ണിൻ്റെ അടുത്ത് നിൽക്കുന്ന എവിടെയൊക്കെ എൻ്റെ കണ്ണ് പോകുന്ന ആ ഏരിയയിലെല്ലാം ഞാൻ ഓരോ ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചേക്കും. അത് കറക്റ്റായിട്ട് ഞാൻ കുടിക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾ 8 ഗ്ലാസ് വെള്ളം ഈ വരുന്ന 7 ദിവസം എന്ത് സംഭവിച്ചാലും നിങ്ങൾ കുടിച്ചിരിക്കണം. അടുത്തതായിട്ട് pH ബാലൻസ് ഡ്രിങ്ക് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. അരമുറി കുക്കുംബർ എടുക്കുക. കുക്കുംബർ നമ്മുടെ സാലഡ് വെള്ളരി അതെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയണം. ഫ്രഷ് ആയിട്ട് എടുക്കരുത്, മൊത്തത്തിൽ എടുക്കരുത്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതിലോട്ട് നാരങ്ങ നീര്, ഒരു നാരങ്ങ 4ആയിട്ട് കട്ട് ചെയ്തതിൽ ഒരു പീസ്, ഒരു പീസിൻ്റെ നീരും, അതുപോലെ ചിയാ സീഡ് നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ചിയാ സീഡ് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതാവാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് കുതിർത്തതാവാം. 1 സ്പൂണ് ചിയാ സീഡും കൂടി ചേർത്ത്, ഇഞ്ചി വേണമെങ്കിൽ, ഇഞ്ചി ദഹനത്തിനൊക്കെ നല്ലതാണ്, ഇഞ്ചി വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചിട്ടിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാം. നമ്മൾ അരിച്ചെടുത്ത കുക്കുംബറിൻ്റെ നീരിലോട്ട് വേണം ഈ ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. അരിച്ചെടുക്കാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അരിച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അരിച്ചെടുത്തതിന് ശേഷം വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം, ഏറ്റവും ബെറ്റർ അതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരം, ഇപ്പോൾ രാവിലത്തെ ആഹാരമോ ഉച്ചക്കലത്തെ അല്ലെങ്കിൽ വൈകിട്ടത്തെയോ ഏതെങ്കിലും ആഹാരത്തിന് 30 മിനിറ്റ് മുമ്പായിട്ട് നിങ്ങൾക്കിത് കുടിക്കാം. ഇത് വളരെ നല്ലൊരു ഡ്രിങ്കാണ്. pH ബാലൻസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. നിങ്ങൾ ഈ ഒരു 7 ഡേയ്സ് നിങ്ങൾ മസ്റ്റായിട്ട് കുടിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, എന്തെങ്കിലും ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, നിങ്ങളുടെ ഡയറ്റാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഡയറ്റ് മാറ്റുക, നിങ്ങളുടെ ഹെയർ സ്റ്റൈലിംഗ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക, നിങ്ങൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ 7 ഡേയ്സ് നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാലഞ്ച് 7 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ഹെയർ പ്രോബ്ലംസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഏത് പ്രോബ്ലം ആണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഡയറ്റ് വീഡിയോ ആണ്. വളരെ അടിപൊളി ഒരു ഡയറ്റാണ് കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാം. എനിക്ക് ഭയങ്കര ഒരു മാജിക്കൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഡയറ്റാണ്. അപ്പോൾ ഡയറ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ നമ്മുടെ ചാലഞ്ചിൽ സിൻസിയറായിട്ട് പങ്കെടുത്ത് റിസൾട്ട് കിട്ടുന്നവർക്ക് ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാലഞ്ചിൽ പങ്കെടുക്കുന്നവർ സിൻസിയർ ആയിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചാലഞ്ചിൽ പങ്കെടുക്കുന്നവർ, ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഹെയറിൻ്റെ ബിഫോർ ഫോട്ടോ എടുത്ത് വെച്ചേക്കുക. ഒന്നുകിൽ നിങ്ങളതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക, അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചേക്കുക. നമ്മുടെ ചാലഞ്ച് കഴിയുമ്പോഴത്തേക്ക് ആഫ്റ്റർ ഫോട്ടോയും കൂടി എടുത്തിട്ട് രണ്ടും കൂടി എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളായിരിക്കും വിന്നറായിട്ട് വരുന്നത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.